ഹലോ ഗൈസ്, വെൽക്കം ടു കെമോറ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ആണ്. ഹൈസ്കൂൾ ലെവൽ അതുപോലെ തന്നെ +1 ക്ലാസ്സുകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്തത് ആരായിരുന്നു? തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആയിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണാം. ഓക്കെ, സോ ഫസ്റ്റ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ പ്ലം പുഡിംഗ് മോഡലിനും റേസിൻ പുഡിംഗ് മോഡലിനും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. കുറെ ഡ്രോബാക്സും ഡിമെറിറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മറ്റൊരു സയന്റിസ്റ്റ് നെയ്മഡ് റൂദർഫോർഡ്, ഓക്കെ, റൂദർഫോർഡും അദ്ദേഹത്തിന്റെ കുറച്ച് സ്റ്റുഡൻസും കൂടി മറ്റൊരു ആറ്റം മോഡൽ കൊണ്ടുവന്നു. അതാണ് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഒരു എക്സ്പെരിമെന്റ് വഴിയാണ് ആ ആറ്റം മോഡൽ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ മോഡൽ ഇങ്ങനെയാണ് എന്നുള്ളത് റൂദർഫോർഡ് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് ആ എക്സ്പെരിമെന്റിലോട്ടേക്ക് കടക്കാം. റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റിന്റെ പേര് എന്തായിരുന്നു എന്ന് വെച്ചാൽ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നായിരുന്നു. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഓക്കെ, ഞാൻ കൈ വെച്ചിട്ടാണ് എഴുതുന്നത്, അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. സോ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നൊക്കെ നമ്മൾ പറയും. സോ എന്താണ് ഈ ആൽഫ റേ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഹീലിയം ആറ്റം അറിയാലോ അല്ലെ? ഹീലിയം ആറ്റത്തിന് എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺസും ലോസ് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസ്, അതായത് ഹീലിയത്തിന്റെ സ്പീഷീസിന്റെ ചാർജ് എന്തായിരിക്കും? 2+ ആയിരിക്കും അല്ലെ? ഈ He2+, ഹീലിയം 2+നെയാണ് നമ്മൾ എന്ത് പറയാ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയാം. ഓക്കെ, ഈ ആൽഫ പാർട്ടിക്കിളിന്റെ ഒരു സോഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ് ഉണ്ട് ഇവിടെ. ഈ സോഴ്സിൽ നിന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിൾ ഏതാണ്? ഇതാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ. കണ്ടോ, ഈ ഗ്രീൻ കളറിൽ ഞാൻ വരച്ചതാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ. ഈ സോഴ്സിൽ നിന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഒരു സ്ലിറ്റിലൂടെ പാസ് ചെയ്യുക. സ്ലിറ്റ് എന്ന് പറഞ്ഞ ഒരു ഹോള്. ഓക്കെ, സ്ലിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു ഗോൾഡ് ഫോയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലെ? ഗോൾഡ്, നിങ്ങൾ അലുമിനിയം ഫോയിൽ ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തിന്നായിട്ടുള്ള വളരെ നേരിയ ഒരു ഗോൾഡ് ഫോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും ഒരു വസ്തു കാണുന്നുണ്ടോ? അതെന്താ ഗോൾഡ് ഫോയിൽ ചുറ്റും കാണുന്ന ഈ വസ്തുവിന്റെ പേര്? ഇത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആണ് കേട്ടോ. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആണ് കേട്ടോ. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്നൊക്കെ പറയും. ഇത് എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഇവിടെയൊക്കെ മുട്ടുന്ന കാണുന്നില്ലേ അല്ലേ? ഇവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ പാർട്ടിക്കിൾ അവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഫ്ലൂറസെന്റ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ലൈറ്റോ ഒരു കളർ പോലെ കാണപ്പെടും. അതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫിക് സ്ക്രീൻ അവിടെ വെച്ചിട്ടുള്ളത്. സോ ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഫസ്റ്റ് ഈ സോഴ്സിലൂടെ എന്ത് ചെയ്യും? ആൽഫ പാർട്ടിക്കിൾസ് വരും. ഈ ആൽഫ പാർട്ടിക്കിൾസ് സ്ലിറ്റിലൂടെ പാസ് ചെയ്ത് എന്ത് ചെയ്യും? ഗോൾഡ് ഫോയിലിൽ വന്നിട്ട് ബൊമ്പാർഡ് ചെയ്യും. ബൊമ്പാർഡ് ചെയ്യുക പറഞ്ഞാൽ ഇടിക്കും, ഗോൾഡ് ഫോയിലിൽ ഇടിക്കും. ഓക്കെ, റൂദർഫോർഡ് ഈ എക്സ്പെരിമെന്റ് ചെയ്തത് വഴി കുറച്ച് ഒബ്സർവേഷൻസ് കണ്ടു, കുറച്ച് നിരീക്ഷണം കണ്ടു. അദ്ദേഹത്തിന്റെ റൂദർഫോർഡിന്റെ ഒബ്സർവേഷൻസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഒബ്സർവേഷൻ വായിക്കാം. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. എന്താണ്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലൂടെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പാസ് ചെയ്തു. അതായത് ഇവിടെ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലൂടെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് പാസ് ചെയ്തു. ഒരു ഡിഫ്ലക്ഷനോ ഡീവിയേഷനോ ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്തു. ഒരു ഡിഫ്ലക്ഷനും ഇല്ലാണ്ട് പാസ് ചെയ്തു, നേരെ പോയി. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, എ സ്മോൾ ഫ്രാക്ഷൻ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. എന്താണ്? വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ ആംഗിൾ, കുറച്ചൊരു കോൺ അളവിൽ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്ട്രെയിറ്റ് ലൈൻ പോവാതെ അതിന് പകരം വേണ്ട കുറച്ചൊരു ആംഗിൾ വഴി ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. തേർഡ് പോയിന്റ്, എ വെരി ഫ്യൂ 20,000 ആൽഫ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിലൊരു ആൽഫ പാർട്ടിക്കിൾ ഒക്കെ ഓക്കെ, അത്രയും കുറഞ്ഞ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റഡ് ബാക്ക് അല്ലെങ്കിൽ ബൗൺസ്ഡ് ബാക്ക് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് ബൈ 180 ഡിഗ്രി എന്നാ പറയുന്നത്. എന്താ അത്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. കുറേ ആൽഫ പാർട്ടിക്കിൾസ് ഒരു ഡിഫ്ലക്ഷനും ഇല്ലാണ്ട് ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി. സെക്കൻഡ് പോയിന്റ്, സ്മോൾ ഫ്രാക്ഷൻ, കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് സ്മോൾ ആംഗിൾസിലൂടെ ഡിഫ്ലക്ട് ചെയ്തു, അതായത് സ്ട്രെയിറ്റ് ലൈൻ പോവാണ്ട് കുറച്ച് മാറിപ്പോയി. തേർഡ് വൺ എന്ന് പറയുന്നത് വെരി ഫ്യൂ ബൗൺസ്ഡ് ബാക്ക് ഓർ ഡിഫ്ലക്റ്റഡ് ബാക്ക് ബൈ 180 ഡിഗ്രി.
വളരെ കുറച്ച് 20,000-ൽ ഒരു ആൽഫ പാർട്ടിക്കിൾസ് ഒരു ഡീവിയേഷൻ 180 ഡിഗ്രി ആംഗിളിലോ അല്ലെങ്കിൽ അതിനടുത്തൊക്കെയുള്ള ആംഗിളിലേക്ക് ഡീവിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്തു എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ബൗൺസ്ഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വന്നു എന്നാ പറയുന്നത്. ഒരു 180 ഡിഗ്രി ഒക്കെ ആംഗിളിൽ അത് നേരെ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒബ്സർവേഷൻസ് വെച്ചിട്ട് റൂദർഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സയന്റിസ്റ്റ് കൺക്ലൂഷൻസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻഫറൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാ? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി. എന്താണ്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി. നമ്മൾ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു പറഞ്ഞത്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലൂടെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് കടന്നുപോയി എന്നായിരുന്നു പറഞ്ഞത് അല്ലെ? അതെന്തുകൊണ്ടാ? ഡിഫ്ലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് എന്തോ ഒരു സാധനത്തിൽ മുട്ടിയിട്ട് സൈഡ് മാറി പോകുന്നതാണ് ഡിഫ്ലക്ഷൻ എന്ന് വിചാരിച്ചാൽ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. അതായത് അവരെ തടയാൻ വേറൊരു ഐറ്റംസ് ഒന്നും അവർ പോകുന്ന വഴിയില്ല. ഓക്കെ, അവർ പോകുന്ന വഴി ഒക്കെ എന്താണ്? ഫ്രീ ആയിട്ടുള്ള വഴി, അല്ല എംപ്റ്റി ആയിട്ടുള്ള വഴിയാണ്. ഏറ്റവും കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? കടന്നു പോയിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവുന്നേ? യെസ്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഓഫ് ദ ആറ്റം ഈസ് എംപ്റ്റി അല്ലെ? എംപ്റ്റി ആയതുകൊണ്ട് തന്നെ കുറെ ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ആറ്റത്തിലെ കൂടുതൽ സ്പേസും എംപ്റ്റി ആണ് എന്ന് മനസ്സിലായി. നെക്സ്റ്റ് പോയിന്റ് എന്താ കൺക്ലൂഷൻസിലെ? പോസിറ്റീവ് പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബിക്കോസ് ഇനോമസ് റിപ്പൾസീവ് ഫോഴ്സ് ഇൻ ദ ആറ്റം. എന്താ പറയുന്നത്? യെസ്, ഞാൻ പറഞ്ഞു ഹീലിയം അല്ലെങ്കിൽ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസിന്റെ ചാർജ് പ്ലസ് ആണ് അല്ലെ? ഹീലിയം 2+ അല്ലെ? അത് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്തു. നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജും എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യല്ലേ ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജും എന്താ ചെയ്യുക? അതും റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണ് അട്രാക്ട് ചെയ്യുന്നത് അല്ലെ? സെയിം ചാർജസ് റിപ്പൽ, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് എന്നല്ലേ? ലൈക്ക് സെക്കൻഡ് കാര്യം നമ്മൾ പറയുന്നത്, കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജുള്ള അതേ ചാർജിലുള്ള എന്തോ ഒരു സാധനം, അതായത് ആൽഫ പാർട്ടിക്കിളിന്റെ പോസിറ്റീവ് ചാർജ്, അപ്പൊ പോസിറ്റീവ് ചാർജിലുള്ള എന്തോ ഒരു വസ്തു, എന്തോ ഒരു സാധനം നമ്മുടെ ആറ്റത്തിനുള്ളിലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജും ആ പോസിറ്റീവ് ചാർജും തമ്മിൽ റിപ്പൽ ചെയ്തിട്ട് നമ്മുടെ ഈ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്ത് പോയത്, സ്ട്രെയിറ്റ് ലൈൻ പോവാണ്ട് വേറെ വഴിയിലേക്ക് പോയത്. ആ പോസിറ്റീവ് ചാർജുള്ള കാര്യമാണ് എന്ത്? ന്യൂക്ലിയസ്. എന്താണ്? ന്യൂക്ലിയസ് ആണ് എന്ത്? ആ പോസിറ്റീവ് ചാർജുള്ള ആ സംഗതി എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് വരാൻ കാരണം എന്താ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ന്യൂട്രോൺസിന്റെ ചാർജ് ന്യൂട്രൽ ആണ്, ചാർജ് ഒന്നുമില്ല. അപ്പം ടോട്ടലി ചാർജ് നോക്കുകയാണെങ്കിൽ എന്താ? പോസിറ്റീവ് ചാർജ് അല്ലേ? ഓക്കെ. തേർഡ് പോയിന്റ്, compared to the size of the atom, nucleus is negligibly small. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഇതൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ് സങ്കല്പിക്കുക. ഓക്കെ, ക്രിക്കറ്റ് ഗ്രൗണ്ട് നമുക്കറിയാം വലിയതായിരിക്കും അല്ലെ? പിന്നെ ക്രിക്കറ്റ് ബോൾ ഉണ്ടാവുമല്ലോ. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ബോൾ ഉള്ള പോലെയാണ് നമ്മുടെ ആറ്റത്തിന്റെ സൈസ്. കമ്പയർഡ് ടു ദ ആറ്റം, സൈസ് ഓഫ് ദ ആറ്റം എന്താണ്? ന്യൂക്ലിയസിന്റെ സൈസ് വളരെ നെഗ്ലിജിബിളി സ്മോൾ ആണ് ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ 3 കൺക്ലൂഷൻസ് വഴി അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ ഉണ്ടാക്കി. ആറ്റം മോഡലിന്റെ പോയിന്റ്സ് നമുക്ക് പറയാൻ പറ്റത്തത്, അതിന് നമ്മൾ പോസ്റ്റുലേറ്റ്സ് ആണ് പറയാ കേട്ടോ. എന്താണ്? പോസ്റ്റുലേറ്റ്സ് ആണ് പറയാം. എന്തൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ് നോക്കാം. പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ്. അതായത് ആറ്റത്തിന്റെ ഫുൾ പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ ഭൂരിഭാഗം മാസും ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വായിച്ചേ. ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് ഹൈ സ്പീഡ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. എന്താണ്? ഓർബിറ്റ്സ്. എന്താണ് പറയുന്നത്? നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഓർബിറ്റ്സ് അല്ലെ? ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ഇലക്ട്രോൺസ് ഉണ്ട് ന്യൂക്ലിയസിന് ചുറ്റും. ഈ ഇലക്ട്രോൺസ് ഒക്കെ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്തിലൂടെ, അതായത് ഈ ഇലക്ട്രോൺസ് ഒക്കെ ന്യൂക്ലിയസിന് ചുറ്റും വളരെയധികം സ്പീഡിൽ സർക്കുലാർ മോഷൻ
അതായത് സർക്കുലർ പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ സർക്കുലർ പാത്തിന്റെ പേരാണ് ഓർബിറ്റ്സ് എന്നും അദ്ദേഹം പറഞ്ഞു. തേർഡ് പോയിന്റ് ആണ്, ഇലക്ട്രോൺസും ന്യൂക്ലിയസും ഉണ്ടല്ലോ നമ്മുടെ ആറ്റത്തിനുള്ളിൽ. ഈ ഇലക്ട്രോൺസും ന്യൂക്ലിയസും എങ്ങനെയാണ് അവർ ഹെൽഡ് ചെയ്തിരിക്കുന്നത്, ഒരുമിച്ച് നിൽക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് വഴിയാണ്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് വഴിയാണ് ഇലക്ട്രോൺസും ന്യൂക്ലിയസും എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ കൺക്ലൂഷൻസിൽ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് തന്നെ. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ആറ്റം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ സോളാർ സിസ്റ്റം ഇല്ലേ, സോളാർ സിസ്റ്റത്തിൽ സൺ ഉണ്ട്. സണ്ണിന് ചുറ്റും ആരൊക്കെയുണ്ട്? ഓർബിറ്റ്സിലൂടെ നമ്മുടെ ഗ്രഹങ്ങൾ, ഭൂമി ഒക്കെ എല്ലാ ഗ്രഹങ്ങളും സണ്ണിന് ചുറ്റും ഓർബിറ്റ്സിലൂടെ കറങ്ങിക്കൊണ്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതുപോലെയാണ് ആറ്റത്തിന്റെയും എന്താണ് ആറ്റത്തിന്റെ ഘടന എന്നാണ് റൂദർഫോർഡ് പറയുന്നത്. കാരണം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ സണ്ണിനെ പോലെ ന്യൂക്ലിയസിനെ കൺസിഡർ ചെയ്യുക. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഓർബിറ്റ്സിലൂടെ ഹൈ സ്പീഡിൽ കറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയോ? സോ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒബ്സർവേഷൻസ് 3 പറഞ്ഞു, കൺക്ലൂഷൻസ് 3 പറഞ്ഞു, പോസ്റ്റ്ലേറ്റ്സ് 4 പറഞ്ഞു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിച്ചിരിക്കണം. റൂദർഫോർഡിന്റെ ഈ ആറ്റം മോഡൽ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും കുറച്ച് ഡ്രോബാക്സും ഡിമെറിറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. സോ എന്തൊക്കെയാണ് അത് എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സോ ഫസ്റ്റ് ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്, റൂദർഫോർഡിന് ഈ ആറ്റം മോഡൽ വെച്ചിട്ട് കുഡിന്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. എന്താണ്? ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ടാ? അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഓർബിറ്റ്സിലൂടെ ഹൈ സ്പീഡിൽ സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ സ്പീഡിൽ കറങ്ങുന്ന ഇലക്ട്രോൺസ് അറ്റ് എ പോയിന്റ് കറങ്ങി എനർജി ഒക്കെ പോയി ലാസ്റ്റ് ഒരു പോയിന്റിൽ എന്ത് ചെയ്യും? ന്യൂക്ലിയസിനുള്ളിലേക്ക് വീഴും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അങ്ങനെ സംഭവിച്ച ആറ്റം ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ സംഭവിക്കുന്നില്ല. അതായത് അദ്ദേഹത്തിന് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ആറ്റം മോഡലൊക്കെ കറക്റ്റ് തന്നെ, പക്ഷെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ദെൻ ഹൈഡ്രജൻ സ്പെക്ട്ര എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഹൈഡ്രജൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ള പോയിന്റ് എഴുതിയാൽ മതി. തേർഡ് പോയിന്റ്, ഇലക്ട്രോണിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്താണ് ഇലക്ട്രോണിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ? ഇലക്ട്രോൺസിന്റെ എനർജിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇലക്ട്രോണിക് സ്ട്രക്ചർ നമ്മൾ പറയുന്നത്. അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ ഈ 3 പോയിന്റ്സും ആണ് ഡിമെറിറ്റ്സിൽ എഴുതേണ്ടത്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൺസിഡർ ചെയ്യുക. ചാനൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്താൽ വളരെ ഉപകാരമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ചെയ്തു തരും. കുറെ എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ്സും അതുപോലെ തന്നെ PPT ഒക്കെ തയ്യാറാക്കുന്നത്. ആ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.